പാസീവ് അഗ്രഷൻ. നമുക്ക് ലോങ് റണ്ണിൽ ഇത് ടോളറേറ്റ് ചെയ്യാൻ പറ്റൂല. കാരണം അത് നമ്മളെ വല്ലാണ്ട് നെഗറ്റീവ് ആക്കുകയും അത് നമ്മളെ ഫ്രസ്ട്രേറ്റഡ് ആക്കുകയും നമ്മളും അവരും തമ്മിലുള്ള ഒരു ബ്യൂട്ടിഫുൾ റിലേഷനിൽ അതൊരു വിള്ളലായി മാറുകയും ചെയ്യും. നമസ്കാരം, എല്ലാവർക്കും ആത്മസൂത്ര മൈൻഡ് കെയറിൻ്റെ സിമ്പിൾ 5ലേക്ക് സ്വാഗതം. നമ്മൾ പറയുന്ന ഒരു കാര്യം അവർക്ക് ഇഷ്ടമല്ല, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യം അവർക്ക് ചെയ്യാൻ താല്പര്യമില്ലാതെ വരുന്ന സിറ്റുവേഷൻസിൽ അവർ എക്സിബിറ്റ് ചെയ്യുന്ന ചില ക്വാളിറ്റീസിനെയാണ് നമ്മൾ പാസീവ് അഗ്രഷൻ എന്ന് പറയുന്നത്. ഇത് പല രീതിയിലുണ്ട്. ഇത് നമ്മൾ നമ്മുടെ കുട്ടികളിൽ കാണും, ചിലപ്പോൾ നമ്മുടെ കൊളീഗ്സിൽ കാണും, ചിലപ്പോൾ നമ്മളുടെ പാർട്ട്നേഴ്സിൽ കാണും, ചിലപ്പോൾ നമ്മൾ അത്രയധികം സ്നേഹിക്കുന്ന പലരിലും പബ്ലിക്കിലും കാണാറുണ്ട്. ചിലപ്പോൾ അതൊരു സൈലൻസിലാണ് അവരത് എക്സിബിറ്റ് ചെയ്യുക. നമ്മളുടെ മക്കൾ കാണിക്കുന്ന പാസീവ് അഗ്രഷൻ്റെ ഒരു മോഡലാണ് സൈലൻസ്, അല്ലെങ്കിൽ അതിന് ഒരു റിയാക്ഷൻ തരാതിരിക്കുന്നത്. ഇനി വേറൊരു മോഡലുണ്ട്, പ്രോക്രാസ്റ്റിനേഷൻ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യം കുറേ സമയത്തേക്ക് നീട്ടി വെച്ച് അവസാനം നമ്മൾ ഗതികെട്ട് നമ്മൾ തന്നെ അത് ചെയ്യുന്നതും ഒരു ടൈപ്പ് ഓഫ് പാസീവ് അഗ്രഷനാണ്. ഇനി മൂന്നാമതായിട്ടൊരു മോഡലുണ്ട്. അത് നമ്മൾ പറയുന്നതിന് കളിയാക്കി അവിടെ വെച്ച് തന്നെ നമ്മൾ പറയുന്ന കാര്യത്തിന് അവിടെ തന്നെ നശിപ്പിച്ച് കളയുന്നൊരു കാര്യം. അപ്പോൾ തന്നെ നമ്മൾ പറയുന്നതിന് ഒരു നള്ളിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് പറയുന്ന ഒരു രീതിയാണ് ഈ തേർഡ് മോഡൽ. ഈ 3 രീതിയിൽ പ്രതികരിച്ചാലും ഇതെല്ലാം പാസീവ് അഗ്രഷനാണ്. അപ്പോൾ നമ്മൾ ഇനി അറിയേണ്ടത് ഇങ്ങനൊരു പാസീവ് അഗ്രഷൻ ചെയ്യുന്ന ഒരാൾ എങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാം. പാസീവ് അഗ്രഷനിൽ ആദ്യം നമ്മൾ ഓർക്കേണ്ട കാര്യം, ടിപ്പ് നമ്പർ 1, അതായത് നമ്മൾ ഒരിക്കലും ദേഷ്യം പിടിക്കരുത്. നമ്മൾ അവെയർ ആവണം ഇവർ നമ്മളോട് കാണിക്കുന്നത് പാസീവ് അഗ്രഷൻ ആണെന്ന്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മളെപ്പോഴും റിലാക്സ്ഡ് ആയിട്ട് കാമായിട്ടിരിക്കണം. അതാണ് ടിപ്പ് നമ്പർ 1. ഈ പ്രോഗ്രാമിൽ നിങ്ങൾക്കൊപ്പമുള്ളത് സിന്ധു നന്ദകുമാർ, കൺസൾട്ടൻറ്റ് സൈക്കോതെറാപ്പിസ്റ്റ് അറ്റ് ആത്മസൂത്ര മൈൻഡ് കെയർ.